ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റി എന്താണ്, സെൽ സൈഡ് ലിക്വിഡിറ്റി എന്താണെന്നുള്ളതിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ലിക്വിഡിറ്റിനെ പറ്റി എല്ലാത്തിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി എല്ലാം വീഡിയോസ് ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ, അതൊന്ന് കയറി നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ബൈ സൈഡ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ സെൽ സൈഡ് ലിക്വിഡിറ്റി. ഇതെന്തുകൊണ്ട് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന എസ്സലുകൾ, ഞാൻ പറഞ്ഞ പോലെ കിട്ടിക്കൊണ്ടിരിക്കുന്ന എസ്സലുകൾ വളരെയധികം കുറയ്ക്കാനായിട്ട് ലിക്വിഡിറ്റി എന്താണെന്ന് തന്നെ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ലൈവ് മാർക്കറ്റിൽ തന്നെ പറഞ്ഞു തരാം. കാരണം ഇന്നലത്തെ വീഡിയോയിൽ എക്സാമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലിക്വിഡിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞ പോലെ മനസ്സിലാവാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എക്സാമ്പിളായിട്ട് ഇതിന് മുന്നത്തെ ദിവസം ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, മെയിനായിട്ടുള്ള സപ്ലൈ സോൺ അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ, ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് എസ് എൽ കിട്ടുന്നു എന്നുള്ളത് വരെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഇന്നലത്തെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസ് ഞാൻ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന 2 പോയിൻറ്റ്സ്, മെയിനായിട്ടുള്ളൊരു സപ്ലൈ സോണായിട്ട് ഈ ഒരു പോയിൻ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഈ ഒരു പോയിൻറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നൊരു ഗ്യാപ്പ് അപ്പിലായിരുന്നു ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള ലെവൽസ് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അത്രത്തോളം വർക്കായിട്ടുണ്ട്. കാരണം ഇത് പറഞ്ഞു തരുമ്പോൾ എനിക്ക് അത്രത്തോളം കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണല്ലോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതേ കാര്യങ്ങൾ ഈ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇന്ന് ഈ ഒരു പോയിന്റിൽ വെച്ച് ഓപ്പൺ ചെയ്തു, നല്ലൊരു ബൈയിങ് കാണാൻ പറ്റി. ഈ ഒരു പോയിന്റിൽ വെച്ച് നല്ലൊരു സെല്ലിങ്ങും കാണാൻ പറ്റി. അപ്പോൾ ഇവിടെയാണ് ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ സെൽ സൈഡ് ലിക്വിഡിറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് നോക്കി, ഇത് മെയിൻ സപ്ലൈ സോണാന്ന് പറഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ബൈ സൈഡ് ലിക്വിഡിറ്റി എന്താ, സെൽ സൈഡ് ലിക്വിഡിറ്റി എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഈ എക്സാമ്പിൾ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കണക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള സപ്ലൈ സോൺ ഇതായിരുന്നു. നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് എല്ലാവരും സാധാരണക്കാരെല്ലാം ഇവിടെ പോയിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ എസ് എല്ലുകൾ എങ്ങനെ പോകുന്നുള്ളത് ഇപ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ നമ്മളെപ്പോലുള്ള എല്ലാവരും ഇവിടുത്തെ ഈ ഒരു ക്യാൻഡിലൊക്കെ അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് ക്യാൻഡിലൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്നൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ക്യാൻഡലിൻ്റെ സ്റ്റോറിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ സെല്ലിംഗ് കാണുമ്പോൾ ഇവിടെ നിന്നെല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇതൊരു ലിക്വിഡിറ്റി ക്രിയേഷൻ ആയിരിക്കും. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഇവിടെ നിന്ന് എൻ്റർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു പോയിന്റിലേക്കായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക, ടാർഗറ്റായിട്ട് നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏരിയ. അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം, ഇത് കുഴപ്പമൊന്നുമില്ലാത്ത എൻട്രി തന്നെയായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. ഇവിടെ നിന്ന് ക്യാൻഡിലിൻ്റെ കൺഫർമേഷൻ ഉണ്ട്, മെയിൻ സപ്ലൈ സോണാണ്, എല്ലാം ഓക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ ലിക്വിഡിറ്റി എന്താണെന്ന് മാത്രം അറിയാത്തതുകൊണ്ടായിരിക്കും നമുക്ക് ഈ എസ് എല്ലുകൾ കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മളെപ്പോലുള്ളവർ ഇവിടെ നിന്ന് എല്ലാം എൻ്റർ ചെയ്യും, ഇവിടെ നിന്ന് എല്ലാം എൻ്റർ ചെയ്യും. ഇതൊരു സപ്ലൈ സോണാണെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് എൻ്റർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും എസ് എൽ ഈ ഒരു സോണിന് മുകളിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. സേഫ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഇവിടെ നിന്ന് ക്യാൻഡലിൻ്റെ കൺഫർമേഷനൊക്കെ നോക്കി എൻ്റർ ചെയ്യുവാണെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, നമ്മുടെ എല്ലാ സിസ്റ്റം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് എൻട്രി എടുത്ത് സ്റ്റോപ്പ് ലോസും കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ മാർക്കറ്റിൽ സംഭവിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബിഗ് പ്ലേയേഴ്സിന് ഞാൻ പറഞ്ഞ പോലെ ബിഗ് പ്ലേയേഴ്സിന് മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ അവർക്ക് എപ്പോഴും ലിക്വിഡിറ്റി എന്ന് പറയുന്നൊരു കാര്യം അത്യാവശ്യമുള്ളതാണ്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആവും, നമ്മളെപ്പോലുള്ളവരോട് നിന്ന് സെൽ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒരു ബൈ ഓർഡർ ആയിട്ട് ഇവിടെ പെൻഡിങ് ആയി കിടക്കുന്നുണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ ചെറുതായിട്ടൊന്ന് പ്രൈസിന് മൂവ് ചെയ്യിക്കുമ്പോഴത്തേക്കും ഇവർക്ക് വേണ്ടത്ര ബൈ ഓർഡേഴ്സ് അല്ലെങ്കിൽ ഇവിടുന്ന് ലിക്വിഡിറ്റി അത്രത്തോളം ഇവർക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇവർക്ക് ഈ ഓർഡർ എല്ലാം പ്ലേസ് ചെയ്യാനുള്ള ലിക്വിഡിറ്റി ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ഈ ലിക്വിഡിറ്റി എല്ലാം എടുത്തതിന് ശേഷമായിരിക്കും ഇവർ ഇതുപോലെ മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കുന്നത്. കാരണം അവർ അത്രത്തോളം ക്വാണ്ടിറ്റി ഒറ്റയടിക്കൊക്കെ പുഷ് ചെയ്യുമ്പോൾ മാർക്കറ്റ് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അത്രത്തോളം നല്ലൊരു മൊമെൻ്റൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ പെൻഡിങ് ആയി കിടക്കുന്ന ഓർഡേഴ്സിനാണല്ലോ നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. മുന്നത്തെ വീഡിയോയിലൊക്കെ പഠിച്ച പോലെ ഇവർ എക്സിറ്റ് ചെയ്ത പോയിന്റ് നോക്കുകയാണെങ്കിലും നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി ഏരിയ, ഇപ്പോൾ ഡയലോയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ലിക്വിഡിറ്റി ഉള്ള പോയിന്റ് ആയിരിക്കില്ലേ, അവിടെ നിന്നായിരിക്കും ഇവർ എക്സിറ്റ് ചെയ്ത് പോയിട്ടും ഉണ്ടാവുന്നത്. ഇവരുടെ നമ്മുടെ എസ് എൽ അങ്ങനെ പോകുന്നുള്ള കാര്യം മനസ്സിലായില്ലേ. ഇനി ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി എന്താണ്, സെൽ സൈഡ് ലിക്വിഡിറ്റി എന്താണെന്ന് നമുക്ക് ഈ ചാർട്ടിൽ തന്നെ നോക്കാം. ഞാനിവിടെ എക്സാമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രാപ്പ് ആവുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ലേ. മാർക്കറ്റിൽ ഇപ്പോൾ ബൈ സൈഡ് ലിക്വിഡിറ്റി എന്താണ്, സെൽ സൈഡ് ലിക്വിഡിറ്റി എന്താണെന്ന് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻ്റർ ചെയ്യുന്ന ഓർത്തോ, അല്ലെങ്കിൽ ഈ ഒരു സപ്ലൈ സോണിൽ പോയിട്ട് നമ്മൾ ഇവിടുന്ന് എൻ്റർ ചെയ്യുക. ഇത് നമ്മൾ നോക്കുമ്പോൾ മെയിനായിട്ടുള്ളൊരു സപ്ലൈ സോണാണ്. നമ്മൾ ഇവിടുന്ന് എല്ലാം പോയിട്ട് എൻ്റർ ചെയ്യും. ഇവിടുന്ന് ഒരു ക്യാൻഡലിൻ്റെ കൺഫർമേഷനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവിടെ പോയിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടാവും. നമ്മളെപ്പോലുള്ളവർ അവിടെ പോയിട്ട് എൻ്റർ ചെയ്യുവാണെങ്കിൽ അവിടെ ക്രിയേറ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡിറ്റിയാണ്. കാരണം നമ്മളെപ്പോലുള്ളവർ അവിടെ നിന്ന് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് മേൽത്തനിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആവുന്നത് ഒരു ലിക്വിഡിറ്റിയാണ്. നമ്മളെപ്പോലുള്ളവർ അവിടെ നിന്ന് എൻ്റർ ചെയ്തു, ഇങ്ങനത്തെ ഒരു ക്യാൻഡലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മളവിടെ നിന്ന് എൻ്റർ ചെയ്യും. ഒരു റെഡ് ക്യാൻഡലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ
ഇവിടുന്ന് എൻട്രി ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു പോയിന്റിലായിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഒരു സെൽ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഒരു ബൈ ഓർഡർ ആയിട്ടായിരിക്കും ഇവിടെ പെൻഡിങ് ആയി കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഹ്യൂജ് ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ഓർഡർ എടുക്കണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് ഒന്ന് മുകളിലോട്ട് കൊണ്ടുപോയിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ പ്രൈസിന് ഒന്ന് മുകളിലോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടത്ര ലിക്വിഡിറ്റി ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അതിന് ശേഷമായിരിക്കും ഹ്യൂജ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നടത്തുന്നത്. അതേപോലെ ഈ ഒരു പോയിൻ്റാണ് ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് വരുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതിൻ്റെ അതേ എക്സാമ്പിൾ തന്നെ സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഇവിടുന്ന് നമ്മളെപ്പോലുള്ള ഒരു ബൈ ചെയ്ത് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്നെല്ലാം ബൈ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്നെല്ലാം ലിക്വിഡിറ്റി പെൻഡിങ് ആണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെയിനായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ ഈ ഒരു പോയിന്റിലും ഉണ്ടാവും. അപ്പോൾ പ്രൈസ് ഷാർപ്പായിട്ട് ഇങ്ങോട്ട് ഇറങ്ങുവാണെങ്കിൽ ഇവർക്ക് ഇവിടെ നിന്ന് എൻട്രി ചെയ്ത് ഇവിടെ നിന്ന് ലിക്വിഡിറ്റി ട്രാപ്പാക്കിയിട്ട് എൻട്രി ചെയ്തവർക്ക് ഇവിടെ നിന്ന് സിമ്പിളായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പറ്റും. കാരണം മെയിൻ ലിക്വിഡിറ്റി ഏരിയ ഇത് തന്നെയായിരിക്കും. പ്രൈസ് വീണ്ടും ഇവിടേക്ക് എത്തും എന്നുള്ളതിൽ നമ്മൾ ബൈ ഓർഡർ ഇവിടെ ഇപ്പോൾ ലിമിറ്റ് ഓർഡറിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ലിക്വിഡിറ്റി വീണ്ടും ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ നിന്ന് ഷാർപ്പായിട്ട് ഇവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകാനായിട്ടും പറ്റും. അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ലൈവ് മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാലും എത്രത്തോളം വർക്കാവുന്ന കാണാനായിട്ട് പറ്റുന്നില്ലേ. അപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോൾ ഞാനാണെങ്കിലും ഇത്രയും വർഷത്തിൽ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ ഇതുപോലെ എല്ലാം എസ്സിൽ കിട്ടി തന്നെയാണ് ഈ കാര്യങ്ങൾ പഠിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം കോൺഫിഡൻസോടെ ഈ കാര്യങ്ങൾ പറയാനായിട്ടും അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റ് തന്നെ കാണിച്ചു തരാനും. ഇന്നലത്തെ വീഡിയോയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, മാർക്കറ്റ് ഏത് പോയിന്റിൽ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. കാരണം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവും നമുക്ക്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇതുപോലെ കുറേ എസ്സിൽ മേടിച്ച് ഓരോന്ന് കാര്യങ്ങൾ പഠിച്ചു വരുമ്പോഴേ ഈ കാര്യങ്ങളെല്ലാം കണക്റ്റ് ആവുള്ളൂ. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും എസ്സലുകളുടെ എണ്ണങ്ങൾ കുറയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ കുറേ അധികം ട്രാപ്പുകൾ ഒഴിവാക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ ലിക്വിഡിറ്റി എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ബാക്കി ഇപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഈ ലിക്വിഡിറ്റിയിൽ എങ്ങനെ ട്രാപ്പ് നടക്കുന്നു എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ സ്റ്റോക്സിലേക്കൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ സിമ്മൊക്കെ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഒരു മൊമെൻ്റൊക്കെ ഒന്ന് വീക്കായി നിന്നതിന് ശേഷം നമ്മുടെ ലിക്വിഡിറ്റി എപ്പോഴും ട്രാപ്പാക്കി നമ്മുടെ എസ്സൽ എടുത്തതിന് ശേഷമായിരിക്കും എപ്പോഴും സ്റ്റോക്സ് നല്ല രീതിയിൽ നല്ലൊരു മൊമെൻറ്റം തരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് ലിക്വിഡിറ്റി എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. കാര്യങ്ങൾ മനസ്സിലാവാത്തവർ, ലിക്വിഡിറ്റി എന്താണെന്ന് മനസ്സിലാവാത്തവർ, ഇപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലിക്വിഡിറ്റിനെ പറ്റി ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ കിടപ്പുണ്ട്, അത് തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിനകത്ത് ബൈ സൈഡ് ലിക്വിഡിറ്റി എന്താണ്, സെൽ സൈഡ് ലിക്വിഡിറ്റി എന്താണെന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു എക്സാമ്പിളായിട്ട് ഈ ചാർട്ടിലേക്ക് എടുത്ത് കാണിച്ചു തരുവാണെങ്കിലും ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ബൈ സൈഡ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ സെൽ സൈഡ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിൻ്റെ കാര്യമല്ല നമ്മൾ നോക്കിയേ. ഇപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവൽസിൽ നിന്ന് നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ ഇന്നലെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ സാധ്യതയാണ് കറക്റ്റായിട്ട് ഞാൻ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഒരു നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കണ്ടു നോക്കാത്തവരാണെങ്കിൽ ആ ഒരു കാര്യം ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കണക്റ്റ് ആവും. മാർക്കറ്റ് 2 ദിവസമായിട്ട് കണ്ടിന്യൂസ് ബൈയിങ് ആയിരുന്നു, ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യത. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് നോക്കിയാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബൈ സൈഡ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ സെൽ സൈഡ് ലിക്വിഡിറ്റി എങ്ങനെ ക്രിയേറ്റ് ആയി, എങ്ങനെ അത് വർക്കായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഡേ ഹൈനെ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു ബ്രേക്ക് ഔട്ട് എന്ന രീതിയിൽ ഇവിടെ നിന്ന് നമ്മളെപ്പോലുള്ളവരെല്ലാം എൻട്രി ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവരെല്ലാം ഇവിടുത്തെ ഈ ഒരു പോയിന്റിൽ നിന്നൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോഴത്തേക്കും മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു സെൽ സൈഡ് ലിക്വിഡിറ്റിയും ക്രിയേറ്റ് ആയിട്ടുണ്ടാവും, മാർക്കറ്റിൽ ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയും ക്രിയേറ്റ് ഉണ്ടാവും. ഈ ലിക്വിഡിറ്റി മൊത്തം ട്രാപ്പാക്കിയതിന് ശേഷമായിരിക്കും മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ള എല്ലാവരും അവിടെയും ട്രാപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി എന്താണ്, സെൽ സൈഡ് ലിക്വിഡിറ്റി എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കുക. ഇത് കൂടുതലും നമുക്ക് കാണാനായിട്ട് പറ്റുന്ന, അല്ലെങ്കിൽ കൂടുതൽ നല്ല രീതിയിൽ വർക്കാവുന്നത് 1 മിനിറ്റിലായിരിക്കും. ഇപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ഇപ്പോൾ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് നല്ലൊരു ഇമ്പൾസീവ് അപ്സൈഡിലേക്ക് തരുന്നതിന് മുന്നേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് ഈ ഒരു പോയിന്റ് വെച്ച് നടന്നതിന് ശേഷമൊക്കെയാണ് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു കണ്ടിന്യൂഷൻ തന്നേക്കുന്നത്. അപ്പോൾ ഇതേപോലെ അടുത്തൊരു ബ്രേക്ക് ഔട്ട് ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണെങ്കിലും ഒരു ബ്രേക്ക് ഔട്ട് എന്ന രീതിയിൽ എല്ലാവരും എൻട്രി ചെയ്യിപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലൊക്കെ സെല്ല് ചെയ്തവരെയും ട്രാപ്പാക്കിയതിന് ശേഷമായിരിക്കും മാർക്കറ്റ് ഷാർപ്പായിട്ട് ഡൗൺ സൈഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈനിൻ്റെ എന്ന രീതിയിലും ഇവിടെ നിന്നും ലിക്വിഡിറ്റി ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി പെൻഡിങ് ആയി കിടക്കുന്ന ഏരിയാസ്, ഇപ്പോൾ ലിക്വിഡിറ്റി പെൻഡിങ് ആയി കിടക്കുന്ന ഈ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ലിക്വിഡിറ്റി പെൻഡിങ് ആയി കിടക്കുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. വീക്കായിട്ടുള്ള ക്യാൻഡിൽസ്, ഇപ്പോൾ നമ്മളെപ്പോലുള്ള സെല്ലേഴ്സ് എല്ലാം ഇവിടെ നിന്ന് എൻട്രി ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഡേ ഹൈ ബ്രേക്ക് ഔട്ട് ആ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിലും വീക്കായിട്ടുള്ള സെല്ലേഴ്സിനെയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷമായിരിക്കും മാർക്കറ്റ് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. ഇവിടെ ലിക്വിഡിറ്റിയാണ്, ഇവിടെ ലിക്വിഡിറ്റി എല്ലാം പെൻഡിങ് ആയി കിടക്കുന്ന ഏരിയ, ഇവിടെ നിന്നെല്ലാം സെല്ലിലേക്ക് എൻട്രി ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ആ രീതിയിലേക്കും കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ബൈ സൈഡ് ലിക്വിഡിറ്റി എന്താണ്, സെൽ സൈഡ് ലിക്വിഡിറ്റി എന്താണെന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ലിക്വിഡിറ്റി എന്താണെന്നുള്ളതൊക്കെ അതിന് മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. സോ നാളെ മുതൽ ഒരു ട്രേഡൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചാറ്റിലൊന്ന് കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ട്രേഡ് പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ.
അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ ട്രേഡിങ്ങിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.